നിന്ന് അമേരിക്കയിലെത്തി ട്രക്ക് ഡ്രൈവർമാരെ ജോലി ചെയ്യുന്ന അസംഖ്യം ആൾക്കാരുണ്ട്. ഇവരുടെയെല്ലാം ജോലി നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലായിരിക്കുകയാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, അമേരിക്കയിൽ ട്രക്ക് ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന ഇതര രാജ്യക്കാരായ പലരും ഇതേ ആശങ്കയിലാണ്. കാരണം എന്തെന്നറിയണ്ടേ? ട്രക്ക് ഡ്രൈവർമാർ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം എന്ന പുതിയ നിയമം നിലവിൽ വന്നതോടെയാണ് ഈ അവസ്ഥ സംജാതമായിരിക്കുന്നത്. 7000-ലധികം ഡ്രൈവർമാരാണ് സേവനത്തിൽ നിന്ന് പുറത്തായി വിഷമഘട്ടത്തിലായിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യ പരിശോധനയിൽ പരാജയപ്പെട്ടതാണ് നടപടിക്ക് കാരണമെന്ന് US ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. നിരവധി റോഡ് അപകടങ്ങൾ ഉണ്ടാകുകയും മരണം സംഭവിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഡ്രൈവർമാർ ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ കഴിവുള്ളവർ ആകണം എന്ന നിബന്ധന പ്രാവർത്തികമാക്കിയത്. ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയ കർശന ഇംഗ്ലീഷ് ഭാഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് വാണിജ്യ ട്രക്ക് ഓടിക്കാൻ അനുവാദമില്ലെന്നതാണ് പുതിയ നിയമം. ഇന്ത്യ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർമാരെ ഈ നിയമം സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സർക്കാർ കണക്കുകൾ പ്രകാരം 2025 ഒക്ടോബർ വരെ 7248 ഡ്രൈവർമാർക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഡ്രൈവർമാരെ ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പുതിയ നിയമം. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഡ്രൈവർമാരായി അമേരിക്കൻ ട്രക്ക് ഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമായതാണ് നോർത്ത് അമേരിക്കൻ പഞ്ചാബി ട്രക്കേഴ്സ് അസോസിയേഷൻ വിലയിരുത്തുന്നത്. 2016-ൽ ബരാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഭാഷയെ മാത്രം അടിസ്ഥാനമാക്കി ഡ്രൈവർമാരെ പുറത്താക്കരുത് എന്ന സർക്കുലർ റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം പുതിയ നിയമം പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. അതിനില്ലെങ്കിൽ അവർ സേവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും എന്ന പ്രഖ്യാപനം വന്നതോടെ തങ്ങളുടെ ഉപജീവനം തന്നെ ആശങ്കയിലായ അവസ്ഥയിലാണ് ട്രക്ക് ഡ്രൈവർമാർ. കഴിഞ്ഞ ഒക്ടോബറിൽ മാത്രം 5000-ലധികം ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം സംബന്ധിച്ച ലംഘനങ്ങൾ ഫെഡറൽ മോട്ടോർ കാരിയർ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നടപടിക്ക് കാരണമായിരിക്കുന്നത് ഇന്ത്യൻ വംശജരായ ചില ഡ്രൈവർമാർ ഉൾപ്പെട്ട അപകടങ്ങളാണ്. കാലിഫോർണിയയിൽ കഴിഞ്ഞ മാസം നടന്ന സെമി ട്രക്ക് അപകടത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ വംശജനായ ഡ്രൈവർ ജഷൻപ്രീത് സിംഗ് അറസ്റ്റിലായിരുന്നു. സിംഗ് 2022-ൽ മെക്സിക്കോ വഴി അനധികൃതമായി US-ൽ കടന്നതായും പിന്നീട് വാണിജ്യ ഡ്രൈവർ ലൈസൻസ് നേടിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സമാനമായ മറ്റൊരു സംഭവം ഫ്ലോറിഡയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ഹർജീന്ദർ സിംഗ് എന്ന ഇന്ത്യൻ ഡ്രൈവർ അനധികൃത U-ടേൺ എടുത്തപ്പോൾ മിനി വാനുമായി ഇടിച്ച് 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെയൊക്കെ തുടർന്ന് വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർക്കുള്ള വിസ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി. വിദേശ ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് അമേരിക്കൻ പൗരന്മാരുടെ ജീവനും സ്വദേശ ട്രക്കർമാരുടെ തൊഴിലും അപകടത്തിലായിരിക്കുകയാണ് എന്നുകൂടി അമേരിക്കൻ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങളെ തുടർന്ന് ടെക്സസ്, കാലിഫോർണിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ട്രക്ക് കമ്പനികൾ രൂക്ഷമായ ഡ്രൈവർ ക്ഷാമം അനുഭവിക്കുകയാണ്. ലോജിസ്റ്റിക്സ് മേഖലയിൽ വമ്പൻ പ്രതിസന്ധി ഉണ്ടാകാൻ ഇത് കാരണമായേക്കും എന്നും പറയപ്പെടുന്നു.